Hi friends, welcome back to Jaya's recipes. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയോണൈസിൻ്റെ വെജ് മയോണൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വെറും 30 സെക്കൻഡ് മതി, 1 മിനിറ്റ് പോലും എടുക്കില്ല ഇത് ഉണ്ടാക്കാൻ. വളരെ ഈസിയാണ്, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു രുചിയിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് ഒരു 1/2 കപ്പ് ഓയിലാണ്. അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് വെജിറ്റബിൾ ഓയിൽ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. നമുക്ക് നല്ല ഹെൽത്തി ഓപ്ഷൻ ആണെങ്കിൽ ഒലിവ് ഓയിൽ ആണ് കൂടുതൽ നല്ലത്. അല്ല, ഇപ്പോൾ ഒലിവ് ഓയിലൊന്നും ഭയങ്കര കോസ്റ്റ്ലിയാണ്, പിന്നെ എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഈ 1/2 കപ്പ് ഓയിൽ ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ 1 മണിക്കൂർ ഇത് വെക്കണം. അപ്പോൾ ഇത് നല്ല ചിൽഡായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിന് വേണ്ടത് പാലാണ്. അപ്പോൾ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രീം മാറ്റാത്ത, അതായത് പാട മാറ്റാത്ത പാലെടുക്കാം. അപ്പോൾ 1/4 കപ്പ്, അപ്പോൾ 1/2 കപ്പ് നമ്മൾ ഓയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതിന്ന് ഒരു 2 ടീസ്പൂൺ പാൽ ഇതിന്ന് മാറ്റുകയാണ്. അപ്പോൾ 1/4 കപ്പ് പാലിൽ നിന്ന് 2 ടീസ്പൂൺ പാൽ ഞാൻ മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ലൂസായിട്ടുള്ളതാണ് വേണ്ടത് വെച്ചാൽ ഈ പാൽ നിങ്ങൾ മാറ്റണ്ട, ഈ 1/4 കപ്പ് പാൽ തന്നെ മുഴുവനായിട്ട് എടുത്തോളൂ. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ മാത്രമാണ് 2 ടീസ്പൂൺ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഓയിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ പാൽ ഫ്രീസറിലേക്ക് വെക്കേണ്ടത്. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ പാല് വെക്കേണ്ടത് 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വിനീഗറിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കാം. അപ്പോൾ വിനീഗർ എല്ലാവർക്കും ഒന്നും പറ്റില്ല. വയറിനൊക്കെ നിങ്ങൾക്ക് വല്ല പ്രോബ്ലം ഉണ്ട്, അങ്ങനെ അസിഡിറ്റിയുടെ പ്രോബ്ലം, അതൊക്കെ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരെടുത്താൽ മതി. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വിനീഗറാണ്. അതേപോലെ തന്നെ ഈ വിനീഗറും നമ്മൾ പാലിൻ്റെ ഒപ്പം തന്നെ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഓയിൽ 1 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക, പാലും വിനീഗറും 15 മിനിറ്റ് മാത്രം ഫ്രീസറിൽ വെച്ചാൽ മതി. മൂന്നും നമ്മൾ ഫ്രീസറിൽ തന്നെയാണ് വെക്കുന്നത്, ഫ്രിഡ്ജിലല്ല കേട്ടോ. ഇനി മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കുക. ചെറിയ ജാറിലാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ ജാറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഈ വിനീഗറാണ് ചേർക്കുന്നത്. വിനീഗർ അല്ലെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസ് എടുക്കണമെന്ന് വെച്ചാൽ അത് ചേർക്കുക. അപ്പോൾ നല്ല വിനീഗർ നല്ല ചിൽഡായിരിക്കണു, അത്രയും നല്ല തണുത്തിരിക്കണു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഈ പാലാണ്. ആ പാലും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഓയിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഓയിലൊക്കെ നല്ല തണുത്തിരിക്കുന്നു. ഇത് ചേർത്തിട്ട് ഇനി നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 2 അല്ലി ഗാർലിക്ക് ചേർക്കാം. വലുതാണെങ്കിൽ ഒരു വലിയൊരു ഗാർലിക്ക് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗാർലിക്ക് ചേർക്കുന്നില്ല, ഞാനിപ്പോൾ ഫ്ലേവർ അങ്ങനെ വേറെ ഇല്ലാത്തതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഗാർലിക്ക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മസ്റ്റാർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, അതായത് കടുക് ചതച്ചത് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാ വേണ്ടത് ചേർക്കാം. ഇനി ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഹൈ സ്പീഡിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് അത്ര അടിച്ചാൽ മതി. നമ്മളിങ്ങനെ കൗണ്ട് ചെയ്താൽ മതി, 1 2 3 വെച്ചിട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു 30 സെക്കൻഡ്സ് ആവുമ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത്ര തിക്കായതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണെങ്കിൽ 2 ടീസ്പൂൺ പാൽ ഇതിന്ന് എടുത്ത് മാറ്റണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെയും തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്പൂണ് പാൽ ചേർത്താൽ മതി. കൂടുതലായിട്ട് ചേർത്തിട്ട് ലൂസാക്കരുത് കേട്ടോ. കുറച്ച് 1 ടീസ്പൂണൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ആദ്യം ഉപ്പ് ചേർക്കാതെ വേണം നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് നമ്മളിത് അടിച്ചെടുത്തതിൻ്റെ ശേഷം മാത്രമേ ചേർക്കാവൂ.
ഉപ്പ് ചേർത്തു, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തു, 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, വേണമെന്നില്ല. അപ്പോൾ പഞ്ചസാര ചെറിയ വിനീഗറിൻ്റെ പുളിയും ആ പഞ്ചസാരയൊക്കെ ആകുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടിയും ചേർക്കുക. അതും കൂടി ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. കുറേ നേരിട്ട് അടിക്കൊന്നും വരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസൊക്കെ റെഡിയായി. ഇതൊരു 3-4 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിൽ കൂടുതൽ വെക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ പൊതുവെ മയോണൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് അളവിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുകയാണ് നല്ലത്. ഞാനങ്ങനെ കുറച്ച് അളവിലാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളൂ, കുറേ അളവിലൊന്നും ഉണ്ടാക്കി വെക്കാറില്ല. അതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. ഇപ്പോൾ കൂടുതൽ ദിവസം വെച്ചാൽ അത് കേടുവരുമൊന്നുമില്ല വിനീഗറൊക്കെ ഒഴിച്ച കാരണം. പക്ഷേ എപ്പോഴും കുറച്ച് അളവിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ മുട്ട ചേർത്തുള്ള മയോണൈസിനേക്കാൾ നമുക്ക് നല്ലത് എപ്പോഴും വെജ് മയോണൈസാണ്. കാരണം എന്താ വെച്ചാൽ മുട്ട ചേർത്തത് നമ്മൾ കുറച്ച് ദിവസം കൂടുതൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുഡ് പോയ്സണിങ്ങിനൊക്കെ കാരണമാവാറുണ്ട്. പലപ്പോഴും അത് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. അത് മുട്ട ചേർത്തൊക്കെ നമ്മൾ അപ്പം തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.